CBSEയിലെ പാരൻസും സ്റ്റുഡൻസും ഒക്കെ ഇപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് സഫൽ എക്സാം. ഇത് വല്ല കോമ്പറ്റേറ്റീവ് എക്സാം ആണോ അല്ലെങ്കിൽ ക്വാളിഫയിങ് എക്സാം ആണോ, അതിനുവേണ്ടി ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് വേണ്ടി സഫൽ എന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ് അസസ്മെൻറ്റ് ഫോർ അനലൈസിങ് ലേണിംഗ് എന്നാണ്. അതൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ്. അതിനകത്ത് നമ്മുടെ കുട്ടികളുടെ റോട്ട് ലേണിംഗ് അല്ലാതെ കോമ്പറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്ര അവർക്ക് എഴുതാൻ പറ്റും, അതായത് നമ്മുടെ NEP ശുപാർശ പ്രകാരമുള്ള ഒരു സിലബസ് വരുമ്പം ആ കുട്ടികൾ എന്തുമാത്രം അതിന് പ്രിപ്പയർഡ് ആണ്, എന്തുമാത്രം സ്റ്റാൻഡേർഡ് അവർക്കുണ്ട് എന്ന് ആ സ്കൂളിലെ ടീച്ചേഴ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് ഈ സഫൽ എന്ന് പറയുന്നത്. അത് 3rd സ്റ്റാൻഡേർഡിനും 5th-നും 8th-നുമാണ് നടക്കുന്നത്. അതായത് ഇപ്പം 6th പഠിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം 9th പഠിക്കുന്ന പിള്ളേരായിരിക്കും ആ സഫൽ എക്സാം എഴുതുന്നത്. അത് നമ്മൾ പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. കോമ്പറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ അതിലുണ്ടാവും. അത് കുട്ടികൾ എങ്ങനെ എഴുതുന്നു എന്നുള്ളതിലാണ് സഫൽ എക്സാമിൻ്റെ വിജയം ഇരിക്കുന്നത്. അപ്പോൾ ഇനി സഫൽ എക്സാം അറിയില്ല എന്ന് പറയരുത്. താങ്ക് യു.